കോഴിക്കോടും കോറോ ഹെൽത്തിൽ നിന്ന് നിരവധി ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവിടെയാണ് മുഹമ്മദ് റിയാസ് MLA സന്ദർശനം നടത്തിയത്. എല്ലാ തരത്തിലും ജീവനക്കാർക്ക് പിന്തുണ നൽകും, കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് തൊഴിൽ മന്ത്രിയെ കാണും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ LDO സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു തരത്തിലും ഒരിടത്തും ജീവനക്കാർ ഇത്തരത്തിൽ കൂട്ടമായി പിരിച്ചുവിട്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. കൃത്യമായി തന്നെ സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ സർക്കാരും നിലപാടെടുക്കണം എന്നതാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, നിരവധി പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ കെട്ടിടത്തിന് താഴെ നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. കാരണം ഇവിടെ ഈ കമ്പനിയുമായി ഓതറൈസ്ഡായി പ്രവർത്തിക്കുന്ന ഒരാളും HR മാനേജർ ഉൾപ്പെടെ ആരുമില്ല. ആരെയും വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. രാവിലെ വന്നപ്പോഴാണോ അറിഞ്ഞത് ഈ ജോലി ഇല്ല, അല്ലെങ്കിൽ ജോലിക്ക് കയറിയതിന് ശേഷമാണോ? എന്താണ് കമ്പനി നിങ്ങളുടെ ഏത് രീതിയിലാണ് പെരുമാറിയത്? ഞങ്ങൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ വന്ന് ജോലി തുടങ്ങിയപ്പോഴാണ് ഇവരിത് പറഞ്ഞത്. 9-9:30 ആ ഒരു സമയത്തായിരുന്നു. നമ്മൾ ആക്സസ് മൊത്തത്തിൽ അവരത് കട്ടാക്ക് ചെയ്തത്. അപ്പോഴാണ് ഒരു ഷോർട്ട് മീറ്റിംഗ് എന്നുള്ള രീതിയിൽ അവർ തലേന്ന് വന്ന ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത്, നമുക്കിപ്പോൾ കേരളത്തിലെ ലൊക്കേഷൻ ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്പോഴാണ് അവർ സംസാരിച്ചത്. ഈ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അധിക ഡ്യൂട്ടിക്ക് നിർബന്ധിക്കപ്പെട്ടിരുന്നു. ഏത് രീതിയിലാണ്? എല്ലാ ദിവസവും ആഴ്ചകൾ മുഴുവൻ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ലീവാണ്. അപ്പോൾ ടാർഗറ്റ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ കൂടുതൽ ടാർഗറ്റ് തരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അടിക്കാൻ പറ്റാതെയാവും. അപ്പോൾ അടിക്കാൻ പറ്റാത്ത ആൾക്കാർ നിർബന്ധിതമായിട്ടും സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യേണ്ട അവസ്ഥയാവില്ല. അപ്പോൾ നമുക്ക് അടിക്കാൻ പറ്റുന്നതിന് കൂടുതലായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് സാറ്റർഡേ സൺഡേ വന്ന് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ഇനിയിപ്പോൾ പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണം, മുൻപോട്ട് പോകണം, വലിയ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് ഏത് രീതിയിലാണ്? തീർച്ചയായും അത് 6 മാസം മുന്നെയും ഒരു 100-300 പേരെ ഇതുപോലെ തന്നെ ഈ മലയാളികളെ തന്നെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അവർ പോലും ഇപ്പോൾ എന്ന് വെച്ചാൽ ജോലിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ. അതിൽ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ജോലിക്ക് ഇപ്പോൾ കയറിയിട്ടുള്ളൂ. ബാക്കി ആൾക്കാർ ഇപ്പോൾ സ്റ്റിൽ പുറത്ത് നിൽക്കുക തന്നെയാണ്. കാരണം എവിടെ പോയാലും കോമ്പറ്റീഷൻ തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ അറിയുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കമ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തരുന്ന ബേസിക് ആയിട്ടുള്ള ഒരു പേ പോലും ഇപ്പോൾ തരാൻ നിൽക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. കൃത്യമായ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? എന്താണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്നത്? ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു റിലീവിംഗ് ലെറ്റർ അത് മാത്രമേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. വേറെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ആ റിലീവിംഗ് ലെറ്ററിൽ അവരുടെ കമ്പനിയുടെ സീലോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശേഷം ഈ കമ്പനിയുടെ HR മാനേജറായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും ബന്ധപ്പെടാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും തന്നെ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. HR ആണെങ്കിലും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കോൺടാക്ട് ചെയ്തായിരുന്നു. സ്റ്റിൽ ഇന്ന് രാവിലെ വരെ കോൺടാക്ട് ചെയ്തായിരുന്നു. പക്ഷേ ആരും കോൺടാക്ട് ചെയ്ത്. എന്താണ് നിങ്ങളുടെ മുമ്പോട്ടുള്ള ഒരു തീരുമാനം? എങ്ങനെ പോകും? കാരണം അത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ മാത്രമല്ലല്ലോ, ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ എന്താണ് ഒരു ഐഡിയ ഇല്ല. മാത്രമല്ല വേറൊരു കമ്പനിയിലൊക്കെ പോയാൽ തന്നെ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു സാലറി അല്ലാതെ ഇതിൽ കുറവ് സാലറി കിട്ടിയാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ളത്. ഇത് അറിയുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളൊരു കമ്പനിയും നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഈ ഒരു സാലറിയിൽ അവരിപ്പോൾ അവർക്കതൊരു ചൂഷണം തന്നെയാണല്ലോ. ഇതിപ്പോൾ നമുക്കാണെങ്കിൽ ഇനിയിപ്പോൾ കേരളത്തിലുള്ള ബാക്കി കമ്പനി ഇനിയുണ്ടല്ലോ കുറേ കമ്പനി. അപ്പോൾ അവർക്കാണെങ്കിലും ഇതൊക്കെ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ മാക്സിമം ഇതിലിപ്പോൾ എന്താണ് തീരുമാനം എന്ന് അറിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളൊരു കമ്പനിക്കാണെങ്കിലും അത് നെക്സ്റ്റ് എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റൂ. താങ്ക് യു. ഏതായാലും ഇനി എന്താണ് മുൻപോട്ട് ചെയ്യേണ്ടത് എന്ന് ഇവർക്ക് തന്നെ കൃത്യമായ ധാരണയില്ല. മറ്റൊരിടത്ത് ജോലിക്ക് കയറണമെങ്കിൽ പോലും അത് ഏത് രീതിയിലാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ഇവിടെ. അതായത് ഈ ചുങ്കത്തെ ഈ സ്ഥാപനത്തിൽ ഏകദേശം 300 ജീവനക്കാരാണ് ജോലി ചെയ്തിരുന്നത്. എല്ലാവരെയും പൂർണ്ണമായും ഒഴിവാക്കിയ നിലയിലാണ് ഉള്ളത്. ഏതായാലും അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത്.